കോവളത്തെയും വിഴിഞ്ഞത്തെയും ഭംഗി ആസ്വദിക്കാനെത്തുന്നവർക്ക് പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 10ലേറെ മയിലുകളുടെ ഒരു വലിയൊരു കൂട്ടം. കടലോര മേഖലയിൽ എങ്ങനെ മയിലെത്തിയെന്ന അതിശയോക്തിയിലാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും. സമയം ഉച്ചയ്ക്ക് 2 മണി. വിഴിഞ്ഞം ഹാർബറിലേക്ക് പോകുന്ന വഴിയിലെത്തിയാൽ പലപ്പോഴും കാണാൻ കഴിയുന്ന കാഴ്ചയാണിത്. പീലി വിരിച്ചാടുന്ന മയിൽക്കൂട്ടം. ഇടയ്ക്കിടയ്ക്ക് മയിലുകൾ പ്രദേശത്തെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിലും വീടുകൾക്ക് മുന്നിലുമെത്തി പീലി വിരിച്ചാടും. വിഴിഞ്ഞത്തും കോവളത്തും കറങ്ങി നടന്ന് സഞ്ചാരികളുടെ മനം കവരുകയാണ് ഈ മയിൽക്കൂട്ടം. പലപ്പോഴും മയിലുകളുടെ ആട്ടമുൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് ആഹ്ലാദം പകരുന്ന ഒന്നാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ മയിലുകൾ എത്തിയത്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുമായും പ്രദേശത്തെ വ്യാപാരികളുമായും വീട്ടുകാരുമായും വലിയ ഇണക്കത്തിലാണ് ഈ മയിൽക്കൂട്ടം. അങ്ങനെ ദിനവും കാഴ്ചക്കാർക്ക് മനം കവരുന്ന ഒന്നാണ് വിഴിഞ്ഞത്തെ ഈ മയിൽക്കൂട്ടം. ഈ കടലോര മേഖലയിൽ എങ്ങനെ മയിലുകൾ എത്തിയെന്ന ആശ്ചര്യത്തിലാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ. 10ലേറെ മയിലുകളാണ് ദിനവും ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിലെത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത്. എന്നാൽ ഇവയുടെ വാസസ്ഥലം എവിടെയാണെന്നോ എവിടെ നിന്നെത്തിയെന്നോ ആർക്കും അറിയാത്ത ഒരു സ്ഥിതിയാണ്. മയിൽക്കൂട്ടത്തെ കാണുന്നതോടെ ഇതുവഴി പോകുന്ന പല ടൂറിസ്റ്റുകളും വാഹനം നിർത്തി ഇറങ്ങുക പതിവാണ്. മയിലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളും സെൽഫി എടുത്ത് അവരും ആനന്ദം കൊള്ളുകയാണ്. കടലിൻ്റെ മനോഹാരിത പോലെ മയിലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചാണ് ഈ മയിൽക്കൂട്ടത്തെ കണ്ട് പലരും മടങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എവിടെ നിന്നോ എത്തിയതാണ് ഇവിടെ മയിലുകൾ. വിഴിഞ്ഞത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടന്ന ശേഷം കോവളം ലൈറ്റ് ഹൗസ് ബീച്ചിലെത്തിയ ശേഷം തിരികെ പോകുന്നതും പലപ്പോഴും പതിവ് കാഴ്ചയാണ്. പ്രദേശവാസികൾ നൽകുന്ന ഭക്ഷണം കഴിച്ച ശേഷം വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിലും കടകൾക്ക് മുന്നിലും കറങ്ങി നടന്ന ശേഷം തിരികെ പോകുന്നത്. നാട്ടുകാർക്ക് മയിലുകളുടെ യാത്ര പതിവ് കാഴ്ചയുമാണ്. കാടില്ലാത്ത വിഴിഞ്ഞത്ത് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മയിലുകൾ അങ്ങനെ ആടിയാടി വൈബാക്കുകയാണ്. കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർക്ക് മയിലുകളുടെ സൗന്ദര്യവും ആസ്വദിക്കുവാനുള്ള വലിയൊരു അവസരമാണ് വിഴിഞ്ഞത്ത് നിലവിലുള്ളത്.